എയ്ഡഡ് പ്രീ പ്രൈമറി മേഖലയിൽ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട അധ്യാപകർ ഓണറേറിയം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. അനുകൂല ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങുകയാണ് ഭൂരിഭാഗം അധ്യാപകരും. ഞാൻ ഒരു എയ്ഡഡ് സ്കൂളിലെ പ്രീ പ്രൈമറി ടീച്ചറാണ്. 21 വർഷമായി ജോലി ചെയ്യുന്നു. അപ്പോൾ എനിക്ക് നിലവിലിപ്പം 21 വർഷമായി എനിക്ക് 6000 രൂപയാണ് എൻ്റെ വരുമാനം. അപ്പോൾ ഇതുപോലും കിട്ടാത്ത എത്രയോ ടീച്ചർമാരുണ്ട്. ചുരുങ്ങിയത് 2500, 3000 ഒക്കെ കിട്ടുന്നവരും ആ ഒരു വരുമാനം കൊണ്ട് കുടുംബം പോറ്റുന്നവരൊക്കെ ഈ മേഖലയിൽ എത്രയോ ഉണ്ട്. ഇത് വനജയുടെ മാത്രം പ്രശ്നമല്ല. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ജീവിത ദുരിതമാണിത്. ഇതിന് പരിഹാരം തേടിയാണ് സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെടുന്നത്. അതുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം വോട്ട് ബഹിഷ്കരണത്തിലൂടെ രേഖപ്പെടുത്താനാണ് തീരുമാനം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇലക്ഷൻ ബഹിഷ്കരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇനിയായിരിക്കും മുന്നോട്ട് പോവുക. മാത്രമല്ല, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സൂചനാ സമരം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പം പല ടീച്ചേഴ്സും ഇതിനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഏകീകൃത സിലബസ്, എല്ലാ കുട്ടികൾക്കും ഉച്ചഭക്ഷണം, നിശ്ചിത സാലറി, അങ്ങനെ ആവശ്യങ്ങൾ നിരവധിയുണ്ട്. ഗതികേട് കൊണ്ട് വോട്ട് ബഹിഷ്കരിക്കാനൊരുങ്ങുന്ന ഇവർക്കു നേരെ സർക്കാർ കണ്ണു തുറക്കണമെന്നാണ് ആവശ്യം. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.